മൈസറയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഖദീജ ബീവിക്ക് നബിയോട് വലിയ ആദരവ് തോന്നി. മക്കയിലെ പ്രഭുക്കന്മാരും ധനികരും തങ്ങളെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ വന്നിട്ടും ഖദീജ ബീവി അവരെയെല്ലാം നിരസിച്ചിരുന്നു. എന്നാൽ ദരിദ്രനും അനാഥനുമാണെങ്കിലും സ്വഭാവത്തിൽ രാജകുമാരനായ മുഹമ്മദിനെ തൻ്റെ ജീവിത പങ്കാളിയാക്കാൻ അവർ ആഗ്രഹിച്ചു. ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹത്തിന് മുൻപ് 2 ദാമ്പത്യ ജീവിതങ്ങൾ ഉണ്ടായിരുന്നു. ഖദീജ ബീവിയുടെ ആദ്യ ഭർത്താവായിരുന്നു അബൂ ഹാല ബിൻ സറാറ. അദ്ദേഹത്തിൽ ബീവിക്ക് 2 മക്കളുണ്ടായിരുന്നു. അബൂ ഹാലയുടെ മരണശേഷം ബീവി വിധവയായി. പിന്നീട് അവർ അത്തീക്കിനെ വിവാഹം കഴിച്ചു. ഈ ബന്ധത്തിൽ അവർക്ക് ഹിന്ദ് എന്ന മകളുണ്ടായിരുന്നു. കുറച്ചു കാലത്തിനു ശേഷം അദ്ദേഹം അന്തരിക്കുകയോ അവരുമായി വേർപിരിയുകയോ ചെയ്തു എന്ന് ചരിത്രത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. രണ്ടാമത്തെ ദാമ്പത്യത്തിനു ശേഷം ഖദീജ ബീവിക്ക് മക്കയിലെ പ്രമുഖരായ നേതാക്കളിൽ നിന്നും സമ്പന്നരിൽ നിന്നും നിരവധി വിവാഹാലോചനകൾ വന്നു. കാരണം അവരുടെ അസാമാന്യമായ സമ്പത്തും ഖുറൈശി ഗോത്രത്തിലെ ഉന്നത സ്ഥാനവുമായിരുന്നു. തനിക്ക് അനുയോജ്യനായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ അവരെയെല്ലാം ഖദീജ ബീവി സ്നേഹപൂർവ്വം നിരസിച്ചു. അവർ തൻ്റെ മുഴുവൻ ശ്രദ്ധയും വ്യാപാരത്തിലും മക്കളുടെ വളർച്ചയിലും കേന്ദ്രീകരിച്ചു. സിറിയൻ യാത്രയ്ക്ക് ശേഷം മക്കയിലെ പ്രമാണിമാർക്ക് നൽകാത്ത തൻ്റെ ഹൃദയം അനാഥനും ദരിദ്രനുമായ ഈ യുവാവിന് നൽകാൻ അവർ തീരുമാനിച്ചു. സമ്പത്തിനേക്കാൾ അധികം സ്വഭാവ മഹിമയ്ക്ക് വില നൽകിയ ആ വലിയ സ്ത്രീയുടെ തീരുമാനമായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ദാമ്പത്യത്തിന് വഴിയൊരുക്കിയത്. മുഹമ്മദിനോട് നേരിട്ട് സംസാരിക്കാൻ മടിച്ച ഖദീജ ബീവി തൻ്റെ വിശ്വസ്തയായ കൂട്ടുകാരി നഫീസ ബിന്ത് മുനബ്ബിഹിനെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, നഫീസ, മുഹമ്മദിനോടുള്ള എൻ്റെ താല്പര്യം അദ്ദേഹത്തിൻ്റെ കുടുംബ മഹിമയോടോ സമ്പത്തിനോടോ അല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയോടും ഉന്നതമായ സ്വഭാവത്തോടും മാത്രമാണ്. അങ്ങനെ ഒരാളെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. നഫീസ ഖദീജ ബീവിയുടെ സന്ദേശവുമായി ആദ്യം പോയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കായിരുന്നു. ഖദീജ ബീവിക്ക് നബിയോടുള്ള താല്പര്യം ഒരു ആലോചനയായി അവതരിപ്പിച്ചത് നഫീസയായിരുന്നു. നഫീസ ചോദിച്ചു, മുഹമ്മദ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ വിവാഹം കഴിക്കാത്തത്? നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ അതിനുള്ള സാമ്പത്തിക ചുറ്റുപാടുകളില്ലല്ലോ. നഫീസ പറഞ്ഞു, സമ്പത്തും സൗന്ദര്യവും കുടുംബ മഹിമയും ഒത്തിണങ്ങിയ നിങ്ങൾക്ക് തണലാകാൻ കഴിയുന്ന ഒരു സ്ത്രീ തയ്യാറായാൽ നിങ്ങൾ വിവാഹത്തിന് സമ്മതിക്കുമോ? ആരാണത്? അത് ഖദീജയാണ്. ഈ മറുപടി കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു. മക്കയിലെ പ്രഭുക്കന്മാരുടെ ആലോചനകൾ നിരസിച്ച ഖദീജ തന്നെ പോലൊരു സാധാരണക്കാരനെ ആഗ്രഹിക്കുന്നു എന്നത് നബിക്ക് വിശ്വസിക്കാനായില്ല. നബി തൻ്റെ സമ്മതം അറിയിച്ചതോടെ നഫീസ സന്തോഷത്തോടെ മടങ്ങി. നബിയുടെ സമ്മതം ലഭിച്ച വിവരം നഫീസ ഉടൻ തന്നെ ഖദീജ ബീവിയെ അറിയിച്ചു. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം തൻ്റെ ഉത്തരവേ സഹോദരനായ അബൂ ത്വാലിബിനോട് പറയുന്നത്. തൻ്റെ മരുമകന് ലഭിച്ച ഏറ്റവും മികച്ച ആലോചനയാണിതെന്ന് തിരിച്ചറിഞ്ഞ അബൂ ത്വാലിബ് അതീവ സന്തോഷവാനായി. തുടർന്ന് അബൂ ത്വാലിബ് തൻ്റെ സഹോദരന്മാരായ ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവരെയും കൂട്ടി ഖദീജ ബീവിയുടെ കുടുംബത്തെ കാണാൻ പോയി. ഖദീജ ബീവിയുടെ പിതൃവ്യനായ അംർ ബിൻ അസദിനോടാണ് അബൂ ത്വാലിബ് ഔദ്യോഗികമായ വിവാഹാലോചന നടത്തിയത്. മക്കയിലെ ഏറ്റവും വലിയ തറവാടുകളിൽ ഒന്നായിരുന്നു ഖദീജ ബീവിയുടേത്. അവരുടെ വിശാലമായ വീട്ടിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത്. മക്കയിലെ ഖുറൈശി പ്രമുഖർക്കും ബന്ധുക്കൾക്കും ഇരിക്കാനായി പ്രത്യേക ഇരിപ്പിടങ്ങളും പന്തലുകളും ഒരുക്കിയിരുന്നു. അക്കാലത്ത് അറബ് പാരമ്പര്യമനുസരിച്ച് വീട് ഈന്തപ്പനയോലകൾ കൊണ്ടും മറ്റും അലങ്കരിച്ചിരുന്നു. വിവാഹത്തിന് മുൻപ് നൽകേണ്ട മഹറിനെ കുറിച്ച് ധാരണയായി. 20 ഒട്ടകങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിക്ക് മഹറായി നൽകിയത്. ചില ചരിത്രരേഖകളിൽ 12 ഔക്കിയ സ്വർണമെന്നും കാണാം. അബൂ ത്വാലിബാണ് ഈ ഒട്ടകങ്ങളെ വിവാഹവേദിയിലേക്ക് എത്തിച്ചത്.
അറബ് ആചാരപ്രകാരം വിവാഹത്തിനു മുൻപ് ഇരുഭാഗത്തെയും കാരണവന്മാർ പ്രസംഗിക്കണമായിരുന്നു. ആദ്യം അബൂത്വാലിബ് എഴുന്നേറ്റ് നിന്ന് നബിയുടെ കുടുംബ മഹിമയും സ്വഭാവശുദ്ധിയും വാഴ്ത്തിക്കൊണ്ട് പ്രസംഗിച്ചു. തുടർന്ന് ഖദീജ ബീവിയുടെ കുടുംബത്തിനു വേണ്ടി വറഖത്ത് ഇബ്നു നൗഫൽ മറുപടി പ്രസംഗം നടത്തി. നബിയുടെ യോഗ്യതയെ അദ്ദേഹം ശരിവെക്കുകയും വിവാഹത്തിന് പൂർണ്ണ സമ്മതം അറിയിക്കുകയും ചെയ്തു. നിക്കാഹ് കഴിഞ്ഞ ഉടനെ അതിഥികൾക്കായി ഗംഭീരമായ വിരുന്ന് ഒരുക്കിയിരുന്നു. ഒട്ടകങ്ങളെ അറുത്തു മക്കയിലെ പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഒരുപോലെ ഭക്ഷണം നൽകി. ഖദീജ ബീവി തൻ്റെ വീട്ടിലെ അടിമകളോടും സേവകരോടും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ആവശ്യപ്പെടുകയും അവർക്ക് വസ്ത്രങ്ങളും സമ്മാനങ്ങളും നൽകുകയും ചെയ്തു. ഖദീജ ബീവി മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നയായതിനാൽ അക്കാലത്ത് ഏറ്റവും മികച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളുമായിരുന്നു അവർ ധരിച്ചിരുന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ലളിതമായ വസ്ത്രധാരണത്തിൽ തന്നെയായിരുന്നു. എങ്കിലും ആ മുഖത്തെ തേജസ് ഏത് ആഭരണത്തേക്കാളും തിളക്കമുള്ളതായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. വിവാഹശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ വീട്ടിലേക്കാണ് താമസം മാറിയത്. മക്കയിലെ വലിയൊരു സമ്പന്നയായ സ്ത്രീയുടെ വീട്ടിലേക്കാണ് താൻ ചെല്ലുന്നത് എന്നതൊന്നും നബിയെ ഒട്ടും അലോസരപ്പെടുത്തിയില്ല. അതുപോലെ തന്നെ തൻ്റെ പദവിയോ സമ്പത്തോ നബിയേക്കാൾ മുകളിലാണെന്ന് ഖദീജ ബീവി ഒരിക്കലും കരുതിയിരുന്നില്ല. തൻ്റെ സർവ്വവും നബിയുടെ കാൽക്കൽ സമർപ്പിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഖദീജ ബീവി നബിയോട് പറഞ്ഞ ഒരു കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ ഈ വീടും ഇതിലുള്ള സകല സമ്പത്തും അടിമകളും നിങ്ങളുടേതാണ്. നിങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥനാണ്. ഞാൻ നിങ്ങളുടെ സേവകയും. എന്നാൽ നബി തങ്ങൾ ആ സമ്പത്തൊന്നും സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചില്ല. പകരം മക്കയിലെ പാവപ്പെട്ടവർക്കും അനാഥർക്കും വേണ്ടി അത് ചെലവഴിക്കുകയാണ് ചെയ്തത്. ഖദീജ ബീവി അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഖദീജ ബീവിക്ക് മുൻപത്തെ ബന്ധങ്ങളിൽ ഉണ്ടായ മക്കളെ നബി തങ്ങൾ സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആ മക്കൾക്ക് ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും ഉത്തമനായ ഒരു വളർത്തച്ഛനെയായിരുന്നു. നബിയുടെ തണലിൽ വളർന്ന ആ മക്കളെല്ലാം പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ വലിയ പോരാളികളായി മാറി. ലോകം കണ്ട ഏറ്റവും മനോഹരമായ പ്രണയകഥ ഇവിടെ തുണങ്ങുകയായിരുന്നു.